നമസ്കാരം. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ തൂഫാൻ. ചെർപ്പളശ്ശേരിയിലും വൻ ലഹരിവേട്ട. 47 ഗ്രാം MDMA-യുമായി 3 യുവാക്കൾ പോലീസ് പിടിയിൽ. പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്ന് പോലീസ്. മണ്ണാർക്കാട് ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസിന്റെ വാതിൽ തെറിച്ചു വീണ സംഭവം. സ്കൂളിലെ മുഴുവൻ വാഹനങ്ങളും മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചു. പരിശോധനയ്ക്ക് ഹാജരാക്കാതെ ഒളിപ്പിച്ച ഡോർ അടർന്നു വീണ ബസ് പാലക്കാട് കൊപ്പത്ത് നിന്ന് പിടികൂടി. ഒറ്റപ്പാലത്തും മിന്നൽ പരിശോധന. 9 സ്കൂൾ ബസുകൾക്കെതിരെ നടപടി. അക്രമകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലുന്നതിന് നടപടിയെടുക്കുമെന്ന് പെരിന്തൽമണ്ണ നഗരസഭാ സെക്രട്ടറി ലാൽകുമാർ. തെരുവ് നായ്ക്കളെ പിടികൂടി നിയന്ത്രിക്കുന്നതിന് ഷെൽട്ടർ സ്ഥാപിക്കുമെന്നും നഗരസഭാ സെക്രട്ടറി. ചെർപ്പളശ്ശേരിയിലെ ട്രാഫിക് പരിഷ്കരണം. പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് ബസ്സുകൾ വരാത്തത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി നഗരസഭാ കൌൺസിലിൽ പ്രതിപക്ഷം. നിലവിലേർപ്പെടുത്തിയ പരിഷ്കരണത്തിൽ മാറ്റം വേണമെന്നും പ്രതിപക്ഷ കൌൺസിലർമാർ. നിലവിലെ പരിഷ്കരണത്തിൽ ജനങ്ങൾ സന്തുഷ്ടരെന്ന് ചെയർപേഴ്സൺ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. വൃക്ഷത്തൈ നട്ടും പരിസ്ഥിതി സന്ദേശങ്ങൾ കൈമാറിയും സംഘടനകളും സ്ഥാപനങ്ങളും പരിസ്ഥിതി ദിനം ആചരിച്ചു. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ തൂഫാൻ. ചെർപ്പളശ്ശേരിയിലും വൻ ലഹരി വേട്ട. 47 ഗ്രാം MDMA-യുമായി 3 യുവാക്കൾ പിടിയിൽ. എഴുവന്തല ഇടുതറയിൽ നിന്നാണ് പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ ഇവർ പിടിയിലായത്. എഴുവന്തല ചെമ്മൻകുഴി തണ്ണീർപള്ളിയാലിൽ വീട്ടിൽ മുഹമ്മദ് ഹാരിസ, ചെമ്മൻകുഴി ചാത്തംകുളം വീട്ടിൽ മുഹമ്മദ് ആഷിഫ്, വല്ലപ്പുഴ മൂലംകുന്നത്ത് വീട്ടിൽ മുഹമ്മദ് ആഷിഖ് എന്നിവരാണ് 47 ഗ്രാം MDMA-യുമായി ചെർപ്പശ്ശേരി പോലീസിന്റെ പിടിയിലായത്. ഇന്നു പുലർച്ചെ എഴുവന്തല ഇടുതറയിൽ നിന്നും വാഹന പരിശോധനയ്ക്കിടെ കാറിലെത്തിയ ഇവരെ പരിശോധിച്ചപ്പോഴാണ് MDMA പിടികൂടിയത്. പിടിയിലായവരിൽ 2ാം പ്രതിയായ മുഹമ്മദ് ആഷിഫ കൊഴിഞ്ഞമ്പാറ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത വൻതോതിലുള്ള മയക്കുമരുന്ന് കേസിലെ പ്രതിയാണ്. ഈ കേസിൽ റിമാൻഡിലായിരുന്ന ഇയാൾ കഴിഞ്ഞ മെയ് 23-നാണ് ജാമ്യത്തിൽ ഇറങ്ങിയത്. ജാമ്യത്തിൽ ഇറങ്ങി ദിവസങ്ങൾക്കകമാണ് ഇയാൾ വീണ്ടും ലഹരിക്കടത്തിന് പിടിയിലാകുന്നത്. 1ാം പ്രതിയായ മുഹമ്മദ് ഹാരിസും ഇതേ കേസിലെ പ്രതിപട്ടികയിൽ ഉള്ളയാളാണ്. ഈ കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്യാനിരിക്കെയാണ് ഇപ്പോൾ വീണ്ടും മയക്കുമരുന്നുമായി ചെർപ്പശ്ശേരി പോലീസിന്റെ പിടിയിലാകുന്നത്. പ്രതികളുടെ ലഹരി ഇടപാടുകളെക്കുറിച്ചും ഇതിന്റെ ഉറവിടത്തെക്കുറിച്ചും കൂടുതൽ അന്വേഷിച്ചു വരികയാണെന്നും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പരിശോധന ശക്തമായി തുടരുമെന്നും ചെർപ്പശ്ശേരി SHO PK കവിരാജ് പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ തൂഫാൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പോലീസ് ശക്തമായ പെട്രോളിങ്ങിലാണ്. ഇന്നലെ പെട്രോളിങ്ങിന്റെ ഭാഗമായിട്ട് രാത്രിയോടുകൂടി ഒരു കാറിൽ 3 പേരെ സംശയാസ്പദമായി കാണുകയും പോലീസ് പിന്തുടർന്ന് പിടികൂടുകയും ചെയ്തു. പരിശോധിച്ചതിൽ ഏകദേശം 48ഓളം ഗ്രാം MDMA ഈ വ്യക്തികളുടെ പക്കൽ നിന്നും പിടികൂടുകയുണ്ടായി. അത് മെനഞ്ഞാന്ന് രാത്രിയിലും മറ്റൊരു ടീമിൻ്റെ വളരെ കുറഞ്ഞ അളവിൽ MDMA പിടികൂടുകയുണ്ടായി. അത് FIR ഇട്ടിട്ടുണ്ട്. പോലീസും ഡാൻസ് ഓഫ് ടീമും ഒക്കെ തന്നെ ശക്തമായ പരിശോധനയിലാണ്. അതിന് എനിക്ക് അപേക്ഷിക്കാനുള്ളത് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല സഹകരണം ഉണ്ടാവണം. ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ പോലീസിനെ എന്നെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിലോ വിളിച്ച് അറിയിക്കേണ്ടതാണ്. അറിയിക്കുന്ന വിവരങ്ങൾ വളരെ അധികം രഹസ്യമായിരിക്കും. അങ്ങനെ ഇത് നമ്മുടെ ഭാഗത്തു നിന്നും ഇത് പൂർണ്ണമായും തുടച്ചു നീക്കാനുള്ള ആത്മാർത്ഥമായ പരിശ്രമം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. തച്ചമ്പാറ ദേശബന്ധു സ്കൂൾ ബസിന്റെ വാതിൽ തെറിച്ചു വീണ സംഭവത്തിൽ പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ്. സ്കൂളിലെ മുഴുവൻ വാഹനങ്ങളും പരിശോധിച്ചു. പരിശോധനയ്ക്ക് ഹാജരാക്കാതെ ഒളിപ്പിച്ച ഡോർ അടർന്നു വീണ ബസ് കൊപ്പത്ത് നിന്ന് പിടികൂടി. സ്കൂളിന് പിഴ ചുമത്തി. സംഭവത്തെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ സ്കൂളിലെ 6 വാഹനങ്ങളാണ് പരിശോധനയ്ക്ക് ഹാജരാക്കിയത്. ഈ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് ഇല്ലെന്ന് കണ്ടെത്തി. വാതിൽ അടർന്നു വീണ വാഹനം ഓടിച്ച ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചെടുത്തു. മോട്ടോർ വാഹന വകുപ്പ് പരിശോധനയ്ക്കെത്തിയപ്പോൾ അപകടത്തിൽപ്പെട്ട ബസ് സ്കൂളിൽ നിന്ന് മാറ്റിയിരുന്നു. തുടർന്ന് GPS ഉപയോഗിച്ച് കൊപ്പത്ത് നിന്നാണ് വാഹനം കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തത്. നമ്മള് GPS ട്രാക്കിംഗ് കൊണ്ട് അത് പാലക്കാട് കൊപ്പത്തിനടുത്ത് ഈ വാഹനം പാർക്ക് ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പരിശോധന നടത്തിയിട്ടുണ്ട് അവിടെ. മറ്റൊരു ജില്ലയിൽ നിന്നുള്ള വാഹനമായതിനാൽ ഈ വാഹനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മണ്ണാർക്കാട് RTO ഓഫീസിൽ ലഭിച്ചിരുന്നില്ല. ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ഹാജരാക്കുന്ന വാഹനങ്ങളിൽ ക്യാമറ ഉൾപ്പെടെയുള്ളവ സ്ഥാപിക്കണം. ഈ കാരണങ്ങൾ കൊണ്ട് തച്ചമ്പാറ സ്കൂളിലെ ബസ്സുകൾ പരിശോധനയ്ക്ക് എത്തിച്ചിരുന്നില്ല. സംഭവത്തിൽ സ്കൂളിന് 30,000 രൂപ പിഴ ചുമത്തി. മോട്ടോർ വാഹന വകുപ്പിന് പറയാനുള്ളത് മറ്റു സ്കൂളുകൾക്കും കൂടി ഇതൊരു പാഠമാണ്. നമ്മൾ കുട്ടികളെയാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഗൗരവം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വാഹനം ഫിറ്റാണെന്ന് ഉറപ്പുവരുത്തി മാത്രം വേണം നിരത്തിലിറത്താൻ. എന്നാൽ ഇന്നത്തെ സംഭവം വളരെ ഗൗരവമായി തന്നെയാണ് വകുപ്പ് കാണുന്നത്. അതിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് തന്നെ
ആ സ്കൂളിൽ ചെന്ന് വാഹനങ്ങളുടെ ഒരു പരിശോധന നടത്തുകയുണ്ടായി. അതിൽ തന്നെ ക്രമക്കേടുകൾ കണ്ടെത്തിയ 8ഓളം വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കുകയും ഏകദേശം 30,000 രൂപയോളം പിഴ ചുമത്തുകയുണ്ടായിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണ് കുട്ടികളുമായി പോകുന്നതിനിടെ ബസിന്റെ ഹൈഡ്രോളിക് സംവിധാനമുള്ള വാതിൽ തെറിച്ചു വീണത്. ഭാഗ്യം കൊണ്ട് മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ല. സംഭവത്തിനു ശേഷം മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ച കണ്ടെത്തി. പരിശോധന പൂർത്തിയാക്കി മോട്ടോർ വാഹന വകുപ്പിന്റെ സ്റ്റിക്കർ ഉള്ള വാഹനങ്ങളെ ഓടിക്കാവൂ എന്ന നിർദ്ദേശം അധികൃതർ പാലിച്ചിട്ടില്ല. സംഭവം ഗൗരവമുള്ളതാണെന്നും ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു വാഹനവും കുട്ടികളെ കയറ്റാൻ അനുവദിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു. മണ്ണാർക്കാട് തച്ചമ്പാറയിൽ വിദ്യാർത്ഥികളുമായി സഞ്ചരിക്കവേ സ്കൂൾ ബസിന്റെ ഡോർ അടർന്നു വീണ സംഭവത്തെ തുടർന്ന് മേഖലയിൽ സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ്. ഒറ്റപ്പാലം സബ് RTO ഓഫീസ് പരിധിയിലെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ മിന്നൽ പരിശോധനകളിൽ 9ഓളം സ്കൂൾ ബസുകൾക്കെതിരെ അധികൃതർ നിയമ നടപടി സ്വീകരിച്ചു. വ്യാഴം വെള്ളി ദിവസങ്ങളിലായി ഒറ്റപ്പാലം, ശ്രീകൃഷ്ണപുരം, കുളക്കാട്, അമ്പലപ്പാറ, ചെറുപ്പളശ്ശേരി എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള പരിശോധനകളാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയത്. 2 ദിവസങ്ങളിലായി ഈ മേഖലകളിലെ 41ഓളം സ്കൂൾ വാഹനങ്ങളാണ് എൻഫോഴ്സ്മെന്റ് വിഭാഗം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ കൃത്യമായി രജിസ്റ്ററിൽ സൂക്ഷിക്കാതിരിക്കുക, നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ വിദ്യാർത്ഥികളെ കുത്തിനിറച്ച് സർവീസ് നടത്തുക, കുട്ടികളുടെ സുരക്ഷയ്ക്കായി ബസ്സുകളിൽ അറ്റൻഡർമാരെ നിയോഗിക്കാതിരിക്കുക തുടങ്ങിയ ഗുരുതരമായ നിയമലംഘനങ്ങളാണ് പല വാഹനങ്ങളിലും കണ്ടെത്തിയത്. ഇത്തരത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സർവീസ് നടത്തിയ 9 സ്കൂൾ ബസ്സുകൾക്കെതിരെയും പിഴ ചുമത്തുകയും കണ്ടെത്തിയ കുറവുകൾ അടിയന്തരമായി പരിഹരിക്കാൻ കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തിയുള്ള പരിശോധനകൾ തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ PJ റെജി, അശോക് കുമാർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ വിജയകുമാർ, KS സഗീർ, രഞ്ജൻ, അരുൺ സുരേന്ദ് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധനകൾക്ക് നേതൃത്വം നൽകിയത്. അക്രമകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലുന്നതിന് നടപടിയെടുക്കുമെന്ന് പെരിന്തൽമണ്ണ നഗരസഭാ സെക്രട്ടറി ലാൽകുമാർ JR പറഞ്ഞു. നിയമപരമായ കാര്യങ്ങൾ പ്രകാരമായിരിക്കും നടപടിയെടുക്കുക. തെരുവ് നായ്ക്കളെ പിടികൂടി നിയന്ത്രിക്കുന്നതിന് ഷെൽട്ടർ ഉണ്ടാക്കുമെന്നും മുനിസിപ്പൽ സെക്രട്ടറി മലബാർ ന്യൂസിനോട് പറഞ്ഞു. അക്രമകാരികളായ തെരുവു നായ്ക്കളെ കൊല്ലാൻ സുപ്രീം കോടതി വിധിയുണ്ടെന്ന് വെള്ളിയാഴ്ച ചേർന്ന പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ 1-ാം വാർഡ് കൗൺസിലർ ശരത് ആറ്റുപറമ്പിൽ ചൂണ്ടിക്കാട്ടി. നഗരസഭയിലെ മിക്ക പ്രദേശങ്ങളിലും വലിയ ശല്യമായി മാറിയ തെരുവു നായ്ക്കളെ ഉന്മൂലനം ചെയ്യാൻ സുപ്രീം കോടതി വിധി നടപ്പാക്കിക്കൂടെയെന്ന് കൗൺസിലർ ശരത് ആറ്റുപറമ്പിൽ ചോദിച്ചു. തുടർന്ന് നഗരസഭാ സെക്രട്ടറി ഇക്കാര്യം കൗൺസിൽ യോഗത്തിൽ വിശദീകരിച്ചു. അക്രമകാരികളായ തെരുവു നായ്ക്കളെ കൊല്ലുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകിയിട്ടുണ്ടെന്ന് മുനിസിപ്പൽ സെക്രട്ടറി ലാൽകുമാർ JR പറഞ്ഞു. പെരിന്തൽമണ്ണ നഗരസഭയിൽ ഇതിന്റെ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമപരമായ കാര്യങ്ങൾ പ്രകാരമായിരിക്കും നടപടിയെടുക്കുകയെന്നും മുനിസിപ്പൽ സെക്രട്ടറി പറഞ്ഞു. ഡോഗുകളുടെ ഈ ഭയങ്കരമുള്ള ആക്രമണകാരികളായ ഡോഗുകളെ കൊല്ലുവാനായിട്ട് സുപ്രീം കോടതി ഇപ്പോൾ വിധി വന്നിട്ടുണ്ട്. എങ്കിൽ കുറച്ച് മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ABC ഒക്കെ തയ്യാറാക്കിയിരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് വെച്ച് സുപ്രീം കോടതി വിധിയായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഓർഡറോ കാര്യങ്ങളോ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ പട്ടികളെ പിടിച്ച് കൊല്ലുന്ന പരിപാടി തുടങ്ങിയിട്ടില്ല. നമ്മുടെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ ഒരു ഷെൽട്ടർ ഉണ്ടാക്കാനുള്ള തീരുമാനമുണ്ട്. ഈ വർഷത്തെ പ്രോജക്റ്റിൽ തന്നെ ഷെൽട്ടർ ഉണ്ടാക്കി അരഞ്ഞെരിഞ്ഞ് നടക്കുന്ന പട്ടികളെ പിടിച്ച് നമ്മൾ അവിടെ കൊണ്ട് സൂക്ഷിച്ച് അതിന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്താം. അതായത് ആൺപട്ടിയെ ഒരു സൈഡത്തും പെൺപട്ടിയെ വേറെ സൈഡിലും വെച്ച് വളർത്താനുള്ള തീരുമാനം വേണ്ടി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നമ്മൾ പട്ടിയെ പിടിക്കാനുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം വെച്ചാൽ ഇവരുടെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യാൻ പട്ടിപിടുത്തക്കാരുമായിട്ട് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നടന്നു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം മെയിനായിട്ട് പ്രശ്നമുള്ള പട്ടികളെ, അതായത് ഉപദ്രവകാരികൾ ആക്രമകാരികളായ പട്ടികളെ പിടിക്കാനുള്ള നടപടികൾ നമ്മൾ തുടങ്ങുകയാണ്. അത് വലിയ താമസമില്ലാതെ തന്നെ നമ്മളിവിടെ ആരംഭിക്കുന്നതാണ്. അവർ തമിഴ്നാട്ടുകാരൊക്കെ വരുന്നുണ്ട്. ഈ പട്ടിയെ ക്യാച്ച് ചെയ്യുന്നവർ അവരുമായിട്ടൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അവരൊരു റേറ്റ് ഫിക്സ് ചെയ്യണം. അവർ വലിയ റേറ്റാണ് ചോദിക്കുന്നത്. ആ റേറ്റൊക്കെ ഒന്ന് നെഗോഷിയേറ്റ് ചെയ്ത് നമുക്കൊരു ഇതാക്കി വരണം. അതിനുശേഷം അക്രമകാരികളെ പിടിക്കുക, നമ്മൾ കൊല്ലാനുള്ള ഉദ്ദേശവും ഉണ്ട് തന്നെ. അതിൽ ഇപ്പം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം തന്നിട്ടുണ്ട്. എങ്കിലും ആ നിയമപരമായ കാര്യങ്ങൾ നോക്കി മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ കൂടുതൽ പരാതിയും കാര്യങ്ങളൊക്കെ ഈ പട്ടി സ്നേഹികളൊക്കെ വരുന്നത് കൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടുണ്ടാവും. ആയതുകൊണ്ട് അതിൻ്റെ നടപടി സ്വീകരിച്ച് നമ്മൾ തുടർ നടപടി സ്വീകരിക്കുന്നതാണ്. തെരുവു നായ്ക്കളെ നിയന്ത്രിക്കുന്നതിന് പിടികൂടി അടയ്ക്കാൻ നഗരസഭയിൽ ഷെൽട്ടർ നിർമ്മിക്കും. തെരുവു നായ്ക്കളെ പിടികൂടുന്നതിന് തമിഴ്നാട് സംഘവുമായി ചർച്ച നടത്തിയിട്ടുണ്ട്.
കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ABC പ്രോഗ്രാം നടപ്പാക്കി തുടങ്ങിയെങ്കിലും പിന്നീട് അത് വിവിധ കാരണങ്ങളാൽ ഉപേക്ഷിച്ചിരുന്നു. ചെർപ്പളശ്ശേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്നതിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ട്രാഫിക് പരിഷ്കരണത്തിൽ മാറ്റം വേണമെന്ന് നഗരസഭാ കൌൺസിലിൽ പ്രതിപക്ഷ കൌൺസിലർമാർ. പെരിന്തൽമണ്ണ, പാലക്കാട്, മണ്ണാർക്കാട്, ഒറ്റപ്പാലം എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള ബസ്സുകൾ പഴയ സ്റ്റാൻഡ് ഭാഗത്തേക്ക് വരാത്തത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പ്രതിപക്ഷ കൌൺസിലർമാർ പറഞ്ഞു. ചെർപ്പളശ്ശേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്നതിന്റെ ഭാഗമായി ടൗണിൽ ഏർപ്പെടുത്തിയ ഗതാഗത പരിഷ്കരണം ജനങ്ങൾക്കും വ്യാപാരികൾക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നതെന്നും ജോലികൾക്കും മറ്റാവശ്യങ്ങൾക്കുമായി ദിവസേന ചെർപ്പളശ്ശേരിയിലെത്തുന്ന യാത്രക്കാർക്ക് ബസ് കയറാൻ കൂടുതൽ ദൂരം നടക്കേണ്ടി വരുന്നുണ്ടെന്നും ഇത് യാത്രക്കാർക്ക് സമയനഷ്ടവും അധിക ചെലവും ഉണ്ടാക്കുന്നുണ്ടെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടി. പെരിന്തൽമണ്ണ, പാലക്കാട്, മണ്ണാർക്കാട്, ഒറ്റപ്പാലം എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള ബസ്സുകൾ പഴയ സ്റ്റാൻഡിന്റെ പരിസരത്തേക്ക് വരാത്തത് കാരണം സാധാരണക്കാരായ യാത്രക്കാർക്കും വ്യാപാരികൾക്കും സ്കൂൾ കുട്ടികൾക്കും വലിയ പ്രയാസമാണ് ഉണ്ടാകുന്നതെന്നും പുതിയ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നവർക്ക് പഴയ ബസ് സ്റ്റാൻഡ് ഭാഗങ്ങളിലേക്ക് എത്തണമെങ്കിൽ വീണ്ടും വലിയ തുക നൽകി ഓട്ടോ വിളിച്ചോ വേറെ ഒരു ബസ് കയറിയോ വേണം എത്താനെന്നും അതിനാൽ ഇപ്പോഴുള്ള ഗതാഗത പരിഷ്കരണം അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. BJP കൗൺസിലറായ P. ജയനും പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് ബസ്സുകൾ എത്തിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടു. എല്ലാ കടയിൽ നിന്നും ആളുകളെ സ്വീകരിച്ചു പോകുന്ന വാഹനങ്ങൾ, നിർത്തുന്ന വാഹനങ്ങൾ നിർത്താതെ ഈ മലബാർ കോംപ്ലക്സിന്റെ അവിടെയും പുതിയ പഴയ ബസ് സ്റ്റാൻഡിന്റെ അവിടെ നമ്മൾ പണിയെടുക്കാൻ ഉദ്ദേശിച്ച ബസ് സ്റ്റാൻഡിന്റെ അവിടെയും മാത്രം നിർത്തി അത് കഴിഞ്ഞ് മിഥിലയുടെ അവിടെ സ്റ്റോപ്പ് ഉണ്ട്, ഇവിടെ ആളിറക്കി തിരിച്ചു പോകുന്നത് കൊണ്ട് അത്ര വലിയ കുഴപ്പമുണ്ടാവുന്നത് അഭിപ്രായം എനിക്കില്ല. പിന്നെ അതിലുണ്ടാകാവുന്ന ഒരു പ്രശ്നം ഒന്ന് ഈ ഹൈസ്കൂൾ റോഡിലിട്ട് തിരിക്കലാണ്. ഒരു കാരണവശാലും ഹൈസ്കൂൾ റോഡിൽ മറ്റ് വലിയ വാഹനങ്ങൾ തിരിക്കാൻ അനുവദിക്കാൻ പാടില്ല. അത് പോലീസിനെ ഉപയോഗിച്ച് നമുക്കത് അവിടെ പോയിട്ട് തടുക്കാൻ കഴിയില്ല, ശരിയാ. നമുക്ക് ഡിപ്പാർട്ട്മെന്റിനെ ഉപയോഗിച്ച് അത് തടുക്കാനുള്ള അല്ലെങ്കിൽ അവരെ ചാർജ് ചെയ്യാനുള്ള സംവിധാനം വേണം. ഇപ്പോഴത്തെ ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ പോലീസുകാർ നിരന്തരം നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കല്ലേ. എന്താ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തോട്ടെ, ഇവിടെ നിന്ന് ചാർജ് ചെയ്തോട്ടെ. അപ്പൊ ടൗണിൽ വരുന്ന ജനങ്ങൾ, ടൗണിലെ സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർ എല്ലാവരുടെയും പ്രയാസം നമുക്ക് മുഴുവനായി പരിഹരിക്കാൻ കഴിയില്ല. അത് വയസ്സ് പറഞ്ഞത് ശരിയല്ല, നമുക്ക് അങ്ങനെ മുഴുവനൊന്നും കഴിയും. പക്ഷേ കുറച്ചെങ്കിലും പരിഹരിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ പാട്ടിയെന്ന് പറയുന്നില്ലല്ലോ, അവിടുന്ന് വരുന്ന വാഹനം നേരെ ഇവിടെ ആളിറക്കുന്നു, തിരിച്ചു പോകുന്നു. ഇത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടി, അത് നേരത്തെ സുബീഷ് സൂചിപ്പിച്ച പോലെ തന്നെ വാഹനങ്ങൾ ഇവിടുന്ന് വന്ന് പോകാൻ, ഇവിടെ വന്ന് തിരിച്ചു പോകാൻ കഴിയുന്ന തരത്തിലൊരു ക്രമീകരണം മാറ്റിയാൽ കുറച്ചുകൂടി സൗകര്യപ്രദമാവും എന്നുള്ളത് തന്നെയാണ്. ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം. എന്നാൽ പുതിയ പരിഷ്കാരത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ നിന്നും പോസിറ്റീവായ അഭിപ്രായങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയയും മറ്റ് ഭരണപക്ഷാംഗങ്ങളും മറുപടി നൽകി. വരും ദിവസങ്ങളിൽ യാത്രക്കാർക്ക് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അപ്പോൾ തന്നെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. വോട്ട് വെറുതെ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടും എന്റെ വാർഡിൽ നിന്ന് എനിക്ക് രക്ഷിതാക്കൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ കുട്ടിയുടെ എന്നെ സുരക്ഷിതമായി ടൗൺ ടച്ച് ചെയ്യാതെ തന്നെ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി സുരക്ഷിതമായി പോയി എന്നും പറഞ്ഞിട്ടും എന്റെ വാർഡിൽ നിന്ന് എന്റെ വോട്ടർമാരെ എനിക്ക് വിളിച്ചിട്ടുണ്ട്. മിനി കൗൺസിലർ പറഞ്ഞതുപോലെ അതോടൊപ്പം പ്രയാസമില്ല, അല്ലെങ്കിൽ വനിതകൾക്ക് മാത്രമായി ഒരു ചെയർപേഴ്സണായിട്ടും വനിതകളെ പരിഗണിക്കുന്നില്ല എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. നമ്മുടെ നിലവിലുള്ള ഒരു സ്ഥിതി തുടർന്ന് കൊണ്ടുപോവാം. ഇനി എന്തെങ്കിലും ആഫ്റ്റർ എഫക്റ്റ് എന്തെങ്കിലും കൂടുതലായി നമുക്കത് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അതുമായി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം എന്നാണ് ബോർഡ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇതൊരു അവസാന തീരുമാനമായിട്ട് എടുത്തിട്ടില്ല. അതുപോലെ തന്നെ അധ്യാപകരും മറ്റും സ്റ്റുഡൻസും നമ്മളോട് ഇത് ഈ ഒരു കാര്യം തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനെ നമ്മൾ ആദ്യം രൂപം കൊടുത്തതിനെ ആ രീതിയിൽ തന്നെ കൊണ്ടും അതിനെതിരായി നമുക്ക് ഭരിക്കുമോ എന്നുള്ളൊരു ആശങ്ക നമുക്ക് ഉണ്ട്. അല്ലാതെ ആരോടും വാശിക്കോ അല്ലെങ്കിൽ യാത്രക്കാർക്കോ പൊതുജനങ്ങൾക്കോ ബസ്സുകാർക്കോ വ്യാപാരികൾക്കോ പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്കും നമ്മൾ പോയിട്ടില്ല. അത് ഭാവിയിൽ നേരത്തെ വൈസ് ചെയർമാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് അവസാന യോഗമല്ല എന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിച്ച കാര്യം. ഭാവിയിൽ നമ്മൾ ആ പ്രശ്നം കൂടി പരിഹരിച്ചിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതെന്തായാലും നമ്മൾ പരിഹരിക്കും. ഇപ്പോൾ ഈ നിലവിലെ സ്ഥിതി തുടർന്ന് കൂടുതൽ അത് പ്രയാസമാവുന്ന രീതിയിലാണ് നമുക്ക് ഇപ്പോൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ എന്നുള്ളത് തന്നെയാണ്, ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആകെ 8 അജണ്ടകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ചർച്ചകൾ നടക്കുന്നതിന്റെ ഇടയിൽ അജണ്ടകൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിൽ വാക്കുതർക്കമായി. തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. സുഹൃത്തെ, ആ രീതിയിൽ ഇങ്ങനെ വൈകാരം കൊണ്ട് പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല.
ആ രീതിയിൽ ഇത് പറഞ്ഞത്. ഇസാഖ് ഇവിടുന്ന് പോകുമ്പോൾ പള്ളിയിലേക്ക് പോകാൻ സമയമായി, പള്ളിയിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞാ പോയത്. സ്വാഭാവികമായിട്ട് സൗഹൃദപരമായിട്ട് എന്താ എല്ലാവരും കൂടെ പോകുമ്പോൾ പള്ളിയിലേക്ക് കൂടുതൽ സൗഹൃദപരമായിട്ട് ചോദ്യം വരും. ഇത് കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇത് പൊളിറ്റിക്സ് ആണ്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിച്ചു. പരിസ്ഥിതി ദിനത്തിൽ പെരിന്തൽമണ്ണ നഗരസഭയിൽ പ്രത്യേക കൗൺസിൽ യോഗം ചേർന്നു. നഗരസഭയിൽ ജൂൺ 5 മുതൽ 12 വരെ നീളുന്ന ശുചീകരണ പ്രവൃത്തികൾക്ക് രൂപം നൽകി. ആയുർവേദ ആശുപത്രി വളപ്പിൽ മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനുമായി ചേർന്ന മരത്തൈകൾ വെച്ചു. ലോക പരിസ്ഥിതി ദിനത്തിൽ പെരിന്തൽമണ്ണ നഗരസഭയിൽ പ്രത്യേക കൗൺസിൽ യോഗം ചേർന്നു. ചെയർപേഴ്സൺ പച്ചിരി സുരയ്യ ഫാറൂഖിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. നഗരസഭയിലെ 37 വാർഡുകളിലും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ശുചീകരണ പ്രവൃത്തികളും ബോധവൽക്കരണവും നടത്താൻ യോഗത്തിൽ തീരുമാനിച്ചു. ജൂൺ 5 മുതൽ 12 വരെയുള്ള തീയതികളിലായി പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെയും ഭാഗമായി വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ചെയർപേഴ്സൺ പച്ചിരി സുരയ്യ പറഞ്ഞു. ഓരോ വാർഡുകളിലും കൗൺസിലർമാർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ജനുവരിയിൽ പുറപ്പെടുവിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ ആക്ട് പ്രകാരം എല്ലാവരും നിർദ്ദേശം പാലിക്കണമെന്ന് നഗരസഭാ സെക്രട്ടറി ലാൽകുമാർ JR ആവശ്യപ്പെട്ടു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി സോഷ്യൽ ഫോറസ്ട്രി മലപ്പുറം ഡിവിഷനുമായി ചേർന്ന് മരത്തൈകൾ വിതരണം ചെയ്തു. നഗരസഭയുടെ പുതിയ ആയുർവേദ ആശുപത്രി വളപ്പിൽ മരത്തൈകൾ വെച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പച്ചിരി സുരയ്യ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ MP ഫസൽ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ നാലകത്ത് ബഷീർ, ദിനേശ് കണക്കഞ്ചേരി, ഖദീജ തോട്ടശ്ശേരി, പച്ചീരി ഹുസൈന നാസർ, അമ്പിളി മനോജ്, കൗൺസിലർമാർ, മുനിസിപ്പൽ സെക്രട്ടറി ലാൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് ചെർപ്പളശ്ശേരി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ശുചിത്വ സന്ദേശ റാലി സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KT ജംഷിയ റാലി ഉദ്ഘാടനം ചെയ്തു. കൂടി സംരക്ഷിച്ചുകൊണ്ട് കൊടുക്കുന്നതിന് വേണ്ടി നാം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ സഹകരണം ഉറപ്പാക്കണമെന്നും നഗരസഭയോട് എല്ലാ രീതിയിലും സഹകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. പരിസ്ഥിതി റാലിക്ക് ശേഷം നഗരസഭ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ പ്രവൃത്തികളിൽ ഉൾപ്പെടുത്തി ചെർപ്പശ്ശേരി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ശുചിത്വ സന്ദേശ റാലി സംഘടിപ്പിച്ചു. ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകർ ടൗണിൽ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം ഒരുമിച്ച് കൂടി നടത്തിയ പ്രതിഷേധം CPM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി ചെയർപേഴ്സൺ U രേഷ്മ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത, നഗരസഭാ കൗൺസിലർ K സച്ചിദാനന്ദൻ, ക്ലീൻ സിറ്റി മാനേജർ മനോജ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ജയപ്രകാശ്, രൂപേഷ്, അബൂബക്കർ, ചെർപ്പശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ, ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, CCST കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും NCC, SPC, JRC, റെഡ് ക്രോസ് വിദ്യാർത്ഥികളും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു. റാലി നഗരസഭയുടെ സമീപത്ത് സമാപിച്ചു. തുടർന്ന് കമ്മ്യൂണിറ്റി ഹാളിൽ അഞ്ജനശ്രീ നിരപ്പറമ്പ് ടീമിന്റെ കലാപരിപാടികളും അരങ്ങേറി. ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാരും ജനപ്രതിനിധികളും കൈകോർത്തപ്പോൾ തീർത്തത് പഞ്ചായത്തിന് മുന്നിലായി മനോഹരമായ ഒരു ഉദ്യാനം. ലോക പരിസ്ഥിതി ദിനത്തിൽ ഉദ്യാനത്തിന്റെ ഉദ്ഘാടനം നടന്നു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലേക്ക് കവാടത്തിന് ഇരുഭാഗങ്ങളിലുമായാണ് മനോഹരമായ ഉദ്യാനം ഒരുക്കിയത്. പഞ്ചായത്തിലെ ജീവനക്കാരും ജനപ്രതിനിധികളും കൊണ്ടുവന്ന അലങ്കാര ചെടികൾ കൂടി ഉദ്യാനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പരിസ്ഥിതി ദിനത്തിൽ നടന്ന ഉദ്യാനത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശ്രീജ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് K കൃഷ്ണകുമാർ അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷരായ M ലക്ഷ്മി, A സംഗീത, NM അബ്ദുൾ സലാം, 4ാം വാർഡ് മെമ്പർ P ജയരാജൻ, മറ്റു മെമ്പർമാർ, ജീവനക്കാർ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണവും ലോക പുകയില വിരുദ്ധ ദിനാചരണവും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സുരേഷ് കുമാർ നിർവഹിച്ചു. അടയ്ക്കാപ്പുത്തൂർ
അടയ്ക്കാപുത്തൂർ സെന്ററിൽ വെച്ചാണ് പരിപാടികൾ നടന്നത്. ലഹരി വിരുദ്ധ പരിസ്ഥിതി ദിനാചരണത്തോടൊപ്പം സ്പെഷ്യൽ ഗ്രാമസഭയും സംഘടിപ്പിച്ചു. അടയ്ക്കാപുത്തൂർ സെന്റർ വെച്ച് നടത്തിയത് നമ്മോട് സഹകരിച്ചിട്ടുള്ളത് KTN ഫാർമസി കോളേജ്, അതുപോലെ തന്നെ വെള്ളിനേഴി, അടയ്ക്കാപുത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ NSS വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ വന്ന് വലിയ രൂപത്തിലുള്ള പുകയില വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായിട്ടുള്ള സന്ദേശം മൈമിലൂടെ അവതരിപ്പിച്ച് നല്ല നിലയിൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. പുകയില വിരുദ്ധ ദിനത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് അതിന്റെ ആരോഗ്യപരമായ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം നേരത്തെ ഇവിടെ HI സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ നാട് എവിടേക്കാണ് പോകുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു വിശകലനം യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ സമൂഹം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് N. രമാദേവി, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ V. പ്രജീഷ് കുമാർ, KT ഉണ്ണികൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രവീൺ, മെഡിക്കൽ ഓഫീസർ സൗമ്യ, CDS ചെയർപേഴ്സൺ രുക്മിണി, മറ്റ് വാർഡ് മെമ്പർമാർ, ആരോഗ്യ പ്രവർത്തകർ, ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പരിസ്ഥിതി സംഘടനയായ അടയ്ക്കാപുത്തൂർ സംസ്കൃതിയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന മെമ്പർക്കൊരു മരം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും നടന്നു. പരിസ്ഥിതി പ്രവർത്തകനായ രാജേഷ് അടയ്ക്കാപുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. സുരേഷ് കുമാറിന് വൃക്ഷത്തൈ നൽകിക്കൊണ്ടാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. KTN ഫാർമസി കോളേജ് വിദ്യാർത്ഥികളും വെള്ളിനേഴി, അടയ്ക്കാപുത്തൂർ, ശബരി, PTB ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ NSS വോളണ്ടിയർമാരും ചേർന്ന് അവതരിപ്പിച്ച ഫ്ലാഷ് മോബും ഉണ്ടായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെർപ്പളശ്ശേരി യൂണിറ്റ് അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനം ചെർപ്പളശ്ശേരിയിലെ ഭിന്നശേഷിക്കാർക്കുള്ള സ്ഥാപനമായ ഉണർവ് ഡേ കെയർ സെന്ററിൽ വെച്ച് ആചരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KT ജെംസിയ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി പരിസരം ശുചീകരിച്ചും വൃക്ഷത്തൈകൾ നട്ടുമാണ് പരിപാടി ആരംഭിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ KT ജെംസിയ, വൈസ് ചെയർമാൻ C. ജയകൃഷ്ണൻ, കൗൺസിലർമാരായ ശ്രീലജ വാഴക്കുന്നത്ത്, ശ്രീജ P. തുടങ്ങിയവർ കുട്ടികളോടൊപ്പം ചേർന്ന് വൃക്ഷത്തൈകൾ നട്ടു. പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും പരിപാടിയിൽ സംസാരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് TP ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. ഉണർവ് ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി A. സ്വയംപ്രഭ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. നമ്മുടെ പ്രകൃതിയെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നത് എൻ്റെ കടമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജലം, മണ്ണ്, വായു എന്നിവ മലിനമാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും പരിസ്ഥിതിയും സമൂഹവും എന്ന വിഷയത്തെ ആസ്പദമാക്കി കേരള ശാസ്ത്ര സാഹിത്യ പരീക്ഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം K. മനോഹരൻ പ്രഭാഷണം നടത്തി. വേർഡ് നേച്ചർ ആർ മീറ്റിംഗ് ഇൻ യൂണിയൻ, അതായത് ബാഹ്യപ്രകൃതിയും മനുഷ്യപ്രകൃതിയും ഒന്നാവണോടത്താണ് നമുക്ക് ഈ പ്രകൃതി ബോധം ഉറയ്ക്കുന്നത്. ടാഗോർ പറഞ്ഞ ഗാന്ധി അതിനെ വേറൊരു തരത്തിൽ പറഞ്ഞു, ടാഗോർ വേറെ തരത്തിൽ പറഞ്ഞിട്ടുണ്ട്, എംഗൽസ് വേറെ തരത്തിൽ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രകൃതിക്കെതിരായി മനുഷ്യൻ നടത്തുന്ന ഏത് ഇടപെടലുകളും ആദ്യം നല്ല ഫലം തരും. ഇപ്പോൾ വയൽ തൂർത്താൽ ആദ്യം നല്ല ഫലം കിട്ടുക, അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കാം, സംഗതി ഒരുപാട് സഹായമാണ്, ചില ആൾക്കാർക്ക് തൊഴിൽ കിട്ടും. പക്ഷെ ദീർഘകാല അടിസ്ഥാനത്തിൽ വയൽ തൂർത്താൽ ഉള്ള പ്രശ്നം, വയലെന്ന് പറഞ്ഞൊരു ജലസംഭരണിയാണ്, അതില്ലാതെയാവും. അതിപ്പോൾ മനസ്സിലാക്കാത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഈ തൊടിയിൽ കുഴിച്ച ഒരു 10 കോലിൽ വെള്ളം കാണുമെങ്കിൽ വയലിൽ കുഴിച്ചാൽ അത് 1 കോലിലോ 2 കോലിലോ കാണും വേനൽക്കാലത്ത്. അതാ വ്യത്യാസം. ജലസംഭരണിയാണ്, പ്രകൃതിയുടെ ജലസംഭരണിയാണ് വയൽ. അതേപോലെ വയലിന് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ കഴിയും, തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ പറ്റും. യൂണിറ്റ് സെക്രട്ടറി K. സോമസുന്ദരൻ, വനിതാ സബ് കമ്മിറ്റി കൺവീനർ ER നിർമ്മല, KSSPU ബ്ലോക്ക് നേതാക്കൾ, ഉണർവ് ഡേ കെയർ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, നാട്ടുകാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു.
MD ദാസിന്റെ കവിതാലാപനവും ഉണർവ് ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി തൂത പാറൽ വീട്ടിക്കാട് AMLP സ്കൂളിൽ വിവിധ പരിപാടികൾ ആചരിച്ചു. മരങ്ങളും കാടുകളും സംരക്ഷിക്കുക, വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം. അതുവഴി ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥാ സുസ്ഥിരതയും ഉറപ്പാക്കുകയുമാണ് ഈ വർഷം ലക്ഷ്യമിടുന്നത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസീത സുഭാഷ് സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ KK അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ NS സംഗീത, KP റഷീദ, VK സനിയ, VP ഷഫ്ന, KK ഷൈജൽ, സ്റ്റാഫ് സെക്രട്ടറി ഹുസൈൻ പാറൽ, SRG കൺവീനർ VK സനിയ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ അസംബ്ലിയിൽ കുട്ടികൾ പരിസ്ഥിതി പ്രതിജ്ഞ എടുത്തു. പരിസ്ഥിതി പതിപ്പുകൾ പ്രകാശനം, കലാപരിപാടികൾ, വിവിധയിനം ഇലകളെക്കുറിച്ചുള്ള പഠനത്തോടൊപ്പം ക്യൂസ് മത്സരം തുടങ്ങിയ പരിപാടികളും നടന്നു. ചെർപ്പളശ്ശേരി ചിന്ത കലാ സാംസ്കാരിക കൂട്ടായ്മയും DYFIയും സംയുക്തമായി ചേർന്ന് കരിമാനാംകുരിശിയിൽ വിവിധ ഭാഗങ്ങളിലായി നിരവധി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം CISF ജവാൻ KS ഉദയകൃഷ്ണനും പരിസ്ഥിതി പ്രവർത്തകൻ ഗോവിന്ദൻ വീട്ടിക്കാടും ചേർന്ന് നിർവഹിച്ചു. നാട്ടുകാരും ചിന്താ പ്രവർത്തകരും DYFI പ്രവർത്തകരും പങ്കെടുത്തു. ചിന്ത കൺവീനറും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ MR രാജേഷ്, ഗോകുൽദാസ്, ശിവനാഥ്, സുധീഷ്, രാധാകൃഷ്ണൻ, കവികുമാർ, നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജൂൺ 5 പരിസ്ഥിതി ദിനം ലോകമെമ്പാടും ദേശീയതലത്തിൽ പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുമ്പോൾ കരിമാനാംകുരിശിയിലെ ചിന്ത കലാസാംസ്കാരിക കൂട്ടായ്മയും ചെറുപ്പക്കാരുടെ കൂട്ടായ്മയായിട്ടുള്ള DYFIയും സംയുക്തമായിട്ടാണ് കരിമാനാംകുരിശിയിലും ചെടികൾ നടുക. അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ടാതിഥിയായിട്ട് നമ്മൾ ക്ഷണിക്കപ്പെട്ട് വന്നിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ CISF ഉദ്യോഗസ്ഥനായിട്ടുള്ള ഉദയകൃഷ്ണൻ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പരിസ്ഥിതി പ്രവർത്തനമായിട്ട് ഗോവിന്ദേട്ടനാണ്. നമ്മൾ കൊല്ലം തന്നെ നമ്മളെല്ലാ കൊല്ലവും ചെടികൾ നടുക മാത്രമല്ല ചെടി പരിപാലിക്കുകയും അതിനുവേണ്ട എല്ലാവിധ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് കരിമാനാംകുരിശിയിലെ ചെറുപ്പക്കാരും അതുപോലെ തന്നെ ചിന്താ കലാസാംസ്കാരിക കൂട്ടായ്മയും തുടർന്നുള്ള മറ്റ് കൂട്ടായ്മകളെല്ലാം തന്നെ കരിമാനാംകുരിശിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കും. ഈ കരിമാനാംകുരിശിയുടെ ഇരുവശങ്ങളിൽ കാണുന്ന വിവിധങ്ങളായ ചെടികളൊക്കെ തന്നെ കഴിഞ്ഞ വർഷങ്ങളായി 10-15 വർഷത്തിലധികമായി നട്ടുപിടിപ്പിച്ചിട്ടുള്ള ചെടികൾ തന്നെയാണ്. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടെ തൃശൂർ ആസ്ഥാനമായി സംസ്ഥാന സഹകരണ സംഘത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ പവർ മൾട്ടി സ്റ്റേറ്റ് വെഹിക്കിൾ സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ശ്രീകൃഷ്ണപുരം ശാഖയുടെ 1ാം വാർഷിക ആഘോഷം ജൂൺ 7 രാവിലെ 10 ശാഖ അങ്കണത്തിൽ നടക്കും. മന്ത്രി N ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്ഥാപകനും ചെയർമാനുമായ സതീഷ് പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിക്കും. K പ്രേംകുമാർ MLA മുഖ്യാതിഥിയായിരിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അശോക് കുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P അരവിന്ദാക്ഷൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരിക്കും. GP അക്കാദമിയിലെ ആദ്യ ബാച്ച് കോഴ്സ് പൂർത്തിയാക്കിയവർക്കുള്ള EV സ്കൂട്ടറും പ്ലേസ്മെന്റ് സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്യുമെന്നും സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ Dr. A രാജനെ ആദരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ പ്രസ്ഥാനമാണ് ഗ്രീൻ പവർ MSCS ലിമിറ്റഡ്. വളരെ വിപുലമായ പ്രവർത്തനങ്ങളോട് കൂടിയിട്ട് അല്ലെങ്കിൽ വിപുലമായിട്ടുള്ള പദ്ധതികളോട് കൂടിയിട്ടാണ് ഗ്രീൻ പവർ MSCS എന്ന സഹകരണ പ്രസ്ഥാനം കേരളവും തമിഴ്നാടും പ്രവർത്തനാനുമതിയോട് കൂടിയിട്ട് വിപുലമായ പദ്ധതികളോട് കൂടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 2 വർഷക്കാലത്തോളമായിട്ടുള്ള ഗ്രീൻ പവർ MSCS എന്ന സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രൊജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളെ വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ശ്രീകൃഷ്ണപുരം ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 1ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, അതുപോലെ തന്നെ ഒറ്റപ്പാലം MLAയും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളെല്ലാം പങ്കെടുക്കുന്ന വിപുലമായിട്ടുള്ള ഒരു പദ്ധതിയിലേക്ക് ചെയർമാനും സ്ഥാപകനുമായ സതീഷ് പുലിക്കോട്ടിൽ, റീജിയണൽ ഹെഡ് ഡോക്ടർ AK ഹരിദാസ്, IT ഹെഡ് അരുൺ T, ഏരിയ മാനേജർ ഡോക്ടർ N അരവിന്ദാക്ഷൻ, സോണൽ ഹെഡ് KL ഋതിഷ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചെയർമാൻ ശ്രീ സതീഷ് പുലിക്കോട്ടിൽ അവരുടെ അധ്യക്ഷതയിൽ വരുന്ന ഞായറാഴ്ച 7-ാം തീയതി പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ അവർ. അന്നത്തെ പരിപാടിയിൽ മുഖ്യാതിഥിയായിട്ട് നമ്മുടെ MLA പ്രിയങ്കരനായ ശ്രീ അഡ്വക്കേറ്റ്
കെ പ്രേംകുമാർ അവர்களுണ്ട്. ഒപ്പം തന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ അശോക് കുമാർ, അതുപോലെ തന്നെ ശ്രീശ്വരം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അരവിന്ദ ഷമാഷ്, ഇവർ വിശിഷ്ട അതിഥികളായിട്ട് അതിൽ പങ്കെടുക്കുന്നു. ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ജ്യോതിവാസൻ, ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി അരുണ ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ശ്രീ എം കെ ദ്വാരകനാഥൻ, പാലാങ്കുഴി മണികണ്ഠൻ, അതുപോലെ തന്നെ ഗിരിജ, ശ്രീമതി ഗിരിജ തുടങ്ങിയ മെമ്പർമാർ ഇതിൽ പങ്കെടുക്കുന്നു. ഒപ്പം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് കെ എൽ ബേബി അവர்களுം വ്യാപാരി വ്യവസായി സമിതിയുടെ പ്രസിഡന്റ് ശ്രീ ബേബി ശ്രീകൃഷ്ണപുരവും ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ആശംസകൾ അർപ്പിക്കുക. ഫുട്ബോൾ കളിയോടുള്ള ഇഷ്ടം കൊണ്ട് സ്വന്തം വീടിന്റെ പേര് സോക്കർ മെൻസിൽ എന്നാക്കിയ അധ്യാപകൻ. വാതിലിൽ ഫുട്ബോളിന്റെ രൂപവും അദ്ദേഹം കൊത്തിവെച്ചിട്ടുണ്ട്. തച്ചനാട്ടുകര കുണ്ടൂർക്കുന്ന് സ്വദേശി പാലോളി കുഞ്ഞലവി മാഷാണ് ഈ ഫുട്ബോൾ സ്നേഹി. മെസ്സി വീണ്ടും ലോകകപ്പ് ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം. തൻ്റെ വീടിനെ തുടർന്നങ്ങോട്ട് ഫുട്ബോളിൻ്റെ പേരിൽ അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ചാണ് കുഞ്ഞലവി മാഷ് പാലൊളി വീട് എന്നതിന് പകരം സോക്കർ മെൻസിൽ എന്നാക്കിയത്. കളിയോടുള്ള അടങ്ങാത്ത സ്നേഹമാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. എൻ്റെ വീടിൻ്റെ ബേസിക് പേര് പാലോളി എന്നായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് സോക്കർ മനസ്സിലാക്കണമെന്ന് ഞങ്ങളൊക്കെ താല്പര്യപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ സോക്കർ മനസ്സിൽ ആണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. വീടിൻ്റെ പേര് മാത്രമല്ല, മുൻവശത്തെ പ്രധാന വാതിലിൽ യഥാർത്ഥ ഫുട്ബോളിൻ്റെ വലിപ്പത്തിലുള്ള നിരവധി രൂപങ്ങളും നിർമ്മിച്ചിരിക്കുന്നു. ഇതിന് കാരണം മറഡോണയോടുള്ള ആരാധനയാണ്. 1986 ലോകകപ്പിൽ മറഡോണ കളിച്ച ഫുട്ബോളിൻ്റെ അതേ വലിപ്പവും നിറവുമാണ് വാതിലിലെ ഫുട്ബോളിനുമുള്ളത്. ഞാനും എൻ്റെ 3 മക്കളും എൻ്റെ ഭാര്യയ്ക്കും ഫുട്ബോളിനോട് താല്പര്യമാണ്. ഞങ്ങൾ കളിക്കാരാണ്. എൻ്റെ 3 മക്കളും കളിച്ചിരുന്നു. രണ്ടാമത്തെ മകൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് MSP മലപ്പുറത്തിന് വേണ്ടി ഉക്രൈനെതിരെ സുബ്രതോ കപ്പിൽ മത്സരിച്ച് റണ്ണറപ്പായി. പിന്നെ ഫുട്ബോളിൻ്റെ ഒരു ആവേശം നെഞ്ചിലേറ്റ് നടക്കുന്ന ഞങ്ങൾ. അപ്പോൾ ഫുട്ബോളിൻ്റെ ഒരു എംബ്ലം എൻ്റെ വാതിലിൽ എൻ്റെ വീടിൻ്റെ മുകളിൽ ഉണ്ടാക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ വേൾഡ് കപ്പിൽ 86 മെക്സിക്കോ വേൾഡ് കപ്പിൽ മറഡോണ കളിച്ച ബോളിൻ്റെ ആ മോഡലിൽ ഒരു ബോള്, ഇപ്പോഴൊക്കെ ബോളുകൾ പല ഡിസൈനുകളാണ്, അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് വേൾഡ് കപ്പ് ഫുട്ബോൾ. അപ്പോൾ ആ ഒരു ഓർമ്മ ഈ ഫുട്ബോൾ കാണുമ്പോൾ എനിക്ക് മറഡോണയുടെ ബോളുമായിട്ടുള്ള മൂവ്മെൻറ്റും എൻ്റെ മനസ്സിൽ വരും. അതെൻ്റെ മക്കൾക്കും എനിക്കൊക്കെ ഒരു ആവേശമാണ്. മാഷെ പോലെ തന്നെ ഭാര്യയും 3 മക്കളും ഫുട്ബോൾ കളിയെ അതിയായി ഇഷ്ടപ്പെടുന്നവരാണ്. 2000 സുബ്രതോ കപ്പിൽ റണ്ണറപ്പായ മലപ്പുറം MSPക്ക് വേണ്ടി ഇളയ മകൻ അനസ് കളിച്ചിട്ടുണ്ട്. കുണ്ടൂർക്കുന്ന് VPAUP സ്കൂളിലെ അറബിക് അധ്യാപകനായി വിരമിച്ച കുഞ്ഞലവി മാഷ് കുട്ടികൾക്ക് ഫുട്ബോളിൽ സൗജന്യ കോച്ചിങ് നൽകുന്നുണ്ട്. വരുന്ന ലോകകപ്പിൽ അർജന്റീന ലോക ചാമ്പ്യന്മാരാകണമെന്നാണ് കുഞ്ഞലവി മാഷിൻ്റെ ആഗ്രഹം. ടോട്ടൽ ഒരു ടീം എന്ന നിലയ്ക്ക് നല്ല പെർഫോമൻസിലാണ് അർജന്റീന നിൽക്കുന്നത്. പക്ഷേ മറ്റു ടീമുകൾ എഴുതിത്തല്ലാൻ വേണ്ടില്ല. ചിലപ്പോൾ സെനഗൽ ഏറ്റവും നല്ല ടീമാണ്. സെനഗൽ, ഇംഗ്ലണ്ട്, ജർമ്മനി, എല്ലാ ടീമുകളും ഒന്നിനൊന്ന് മികച്ച ടീമുകളാണ്. പക്ഷേ അന്തിമമായി അർജന്റീന കപ്പ് ഉയർത്തും. അത് മെസ്സി തന്നെ ഉയർത്തും എന്നാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രതീക്ഷയും. അംഗീകൃത ഫുട്ബോൾ റഫറി കൂടിയാണ് ഇദ്ദേഹം. മറ്റൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് മണ്ണാർക്കാട് റൂറൽ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഫലവൃക്ഷ തൈ വിതരണം നടത്തി. റൂറൽ ബാങ്ക് പ്രസിഡന്റ് PN മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ണാർക്കാട് റൂറൽ ബാങ്ക് അങ്കണത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷങ്ങളുടെ തൈകളാണ് ചടങ്ങിൽ വിതരണം ചെയ്തത്. വിതരണോദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് PN മോഹനൻ നിർവഹിച്ചു. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. ലോകത്തെല്ലായിടത്തും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് പൊതുസമൂഹം ഏറ്റെടുത്തിരിക്കുകയാണ്.
ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെയൊക്കെ ജീവിതം വൃക്ഷങ്ങൾ പോലെ ആവട്ടെ. വൃക്ഷങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത, അത് മരണം വരെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് മറ്റുള്ളവർക്ക് തണൽ ആയി മാറുന്നു എന്നുള്ളതാണ്. മരിക്കുമ്പോഴും അതിൻ്റെ ഇലകൾ മണ്ണിന് വളമായി മാറുകയും ചെയ്യുന്നു. ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു. സെക്രട്ടറി സുധാദേവി, ഡയറക്ടർമാരായ മാണിക്കൻ, ശിവശങ്കരൻ, കെ സൗമ്യ എന്നിവർ നേതൃത്വം നൽകി. ലോക പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതി സംരക്ഷണ സന്ദേശം നൽകി പെരിന്തൽമണ്ണ ഐബിസ് അക്കാദമി പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരന് ചെടിച്ചട്ടി കൈമാറി. അഡ്മിനിസ്ട്രേഷൻ മാനേജർ അഞ്ജലി സി, കോർഡിനേറ്റർ നീതു ഇ എന്നിവരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം, വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കൽ, ഹരിത സംസ്കാരം വളർത്തിയെടുക്കേണ്ടതിന്റെ അനിവാര്യത എന്നിവയെ സംബന്ധിച്ച് ബോധവൽക്കരണവും നടത്തി. പരിസ്ഥിതി സംരക്ഷണത്തിനായി എല്ലാവരും കൈകോർക്കണമെന്ന് ഐബിസ് സംഘടിപ്പിച്ച ഈ പരിസ്ഥിതി ദിന പരിപാടി ഓർമ്മിപ്പിച്ചു. ഡിവൈഎഫ്ഐ തൃക്കടിരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷം സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരുകുലം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് തൃക്കടിരി സെന്ററിൽ വൃക്ഷത്തൈകൾ നട്ടു. ചടങ്ങിൽ മേഖലാ സെക്രട്ടറി പി ധനേഷ്, പ്രസിഡന്റ് പ്രതീഷ്, സുധീര, ഫാരിസ് എന്നിവർ സംസാരിച്ചു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി അമ്പലപ്പാറ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി പച്ചക്കറി വിത്ത് വിതരണം ചെയ്തു. വെണ്ട, പയർ, കുമ്പളൻ, കയ്പ, പടവലൻ തുടങ്ങിയ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് വിതരണം ചെയ്തത്. വിതരണോദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് മേജർ കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി എം മോഹൻകുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി എം സുബ്രഹ്മണ്യൻ, ഭരണസമിതി അംഗങ്ങളായ കെ വിനോദ്, പി നാരായണൻ, മോഹൻദാസ്, ബ്രാഞ്ച് മാനേജർമാരായ ടി സേതുമാധവൻ, പി പ്രീത എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ തൂഫാൻ, ചെർപ്പളശ്ശേരിയിലും വൻ ലഹരിവേട്ട. 47 ഗ്രാം MDMA-യുമായി 3 യുവാക്കൾ പോലീസ് പിടിയിൽ. പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്ന് പോലീസ്. മണ്ണാർക്കാട് ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസിന്റെ വാതിൽ തെറിച്ചു വീണ സംഭവം. സ്കൂളിലെ മുഴുവൻ വാഹനങ്ങളും മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചു. പരിശോധനയ്ക്ക് ഹാജരാക്കാതെ ഒളിപ്പിച്ച ഡോർ അടർന്നു വീണ ബസ് പാലക്കാട് കൊപ്പത്ത് നിന്ന് പിടികൂടി. ഒറ്റപ്പാലത്തും മിന്നൽ പരിശോധന. 9 സ്കൂൾ ബസുകൾക്കെതിരെ നടപടി. അക്രമകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലുന്നതിന് നടപടിയെടുക്കുമെന്ന് പെരിന്തൽമണ്ണ നഗരസഭാ സെക്രട്ടറി ലാൽകുമാർ. തെരുവ് നായ്ക്കളെ പിടികൂടി നിയന്ത്രിക്കുന്നതിന് ഷെൽട്ടർ സ്ഥാപിക്കുമെന്നും നഗരസഭാ സെക്രട്ടറി. ചെർപ്പളശ്ശേരിയിലെ ട്രാഫിക് പരിഷ്കരണം. പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് ബസ്സുകൾ വരാത്തത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി നഗരസഭാ കൗൺസിലിൽ പ്രതിപക്ഷം. നിലവിലേർപ്പെടുത്തിയ പരിഷ്കരണത്തിൽ മാറ്റം വേണമെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ. നിലവിലെ പരിഷ്കരണത്തിൽ ജനങ്ങൾ സന്തുഷ്ടരെന്ന് ചെയർപേഴ്സൺ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. വൃക്ഷത്തൈ നട്ടും പരിസ്ഥിതി സന്ദേശങ്ങൾ കൈമാറിയും സംഘടനകളും സ്ഥാപനങ്ങളും പരിസ്ഥിതി ദിനം ആചരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.